friends, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ നൊസ്റ്റാൾജിക് സ്നാക്ക് ആയിട്ടുള്ള അവലോസ് പൊടി എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അവലോസ് പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയാലോ. ഞാനിവിടെ 2 കപ്പ് അരി എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ട് ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇഡ്ഡലി റൈസാണ്. പക്ഷേ ഇഡ്ഡലി റൈസ് തന്നെ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഏത് ടൈപ്പ് പച്ചരി വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. വെള്ളം നന്നായിട്ട് തന്നെ പോകണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൽ ഒരുപാട് വെള്ളമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ 250 ml കപ്പിൽ 2 കപ്പ് ഇഡ്ഡലി റൈസാണ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് പൊടിച്ചെടുക്കാം. ഞാനിതിപ്പോൾ ഒരു 3 പ്രാവശ്യമായിട്ടാണ് പൊടിച്ചെടുക്കുന്നത്. മുഴുവനായിട്ട് ഇട്ടിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പൊടിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ ഫൈനായിട്ടുള്ള പൗഡറായിട്ട് നമുക്കിത് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുട്ടിനൊക്കെ വേണ്ടിയിട്ട് പൊടി തയ്യാറാക്കില്ലേ, ആ ഒരു രീതിയിൽ ചെറിയ തരികളോട് കൂടിയിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ. പക്ഷെ ഒരുപാട് വലിയ തരികളാവാനും പാടില്ല. അപ്പോൾ ഇത്ര ഇട്ടിട്ട് ഞാനിത് പൊടിച്ചെടുക്കണത്, ബാക്കിയുള്ളത് മാറ്റി വെക്കണം. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. കണ്ടില്ലേ, കറക്റ്റായിട്ട് ചെറിയ തരികളോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഇഡ്ഡലി റൈസും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പോൾ അവസാനത്തെ ബാച്ച് ഇഡ്ഡലി റൈസും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. എന്തെങ്കിലും പരന്ന പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും പരന്ന പ്ലേറ്റോ ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഇതിൽ ചെറിയ കട്ടകളൊക്കെ പോലെ കാണും. നമ്മളിത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് ആ ഒരു സമയത്ത് വരുന്ന കട്ടകളാണ്, അത് കുഴപ്പമൊന്നുമില്ല, നമുക്കത് കളഞ്ഞെടുക്കാം. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നാളികേരം ചിരുകിയത് വേണം. അവലോസ് പൊടിക്കൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നാളികേരം ചിരുകിയത് വേണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം ഇത് എത്രയ്ക്ക് അളവിൽ നാളികേരം ചിരുകിയത് ഉണ്ടെന്ന്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് 2.5 കപ്പ് നാളികേരം ചിരുകിയെടുത്തതാണ് 2 കപ്പ് ഇഡ്ഡലി റൈസിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ എള്ള്, കറുത്ത എള്ളാണ് നമ്മൾ സാധാരണ അവലോസ് പൊടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം നിങ്ങൾക്ക് ഉപയോഗിക്കാം. എനിക്കിപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഒരുപാട് ഇഷ്ടമില്ലാത്ത കാരണം ഞാനൊരു 1/4 ടീസ്പൂൺ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൂ. പക്ഷേ അവലോസ് പൊടിയിലൊക്കെ സാധാരണ രീതിയിൽ ജീരകം നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും, ജീരകം ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായിട്ട് വരണം. എല്ലാവിടെയും ഈ നാളികേരവും അതുപോലെ ജീരകവും എള്ളും എല്ലാം കറക്റ്റായിട്ട് കുറച്ച് സമയം മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴായിരിക്കും കറക്റ്റ് ഇപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു പൊടിയിലേക്ക് വരുള്ളൂ. പിന്നെ ചിലവർ ഇതിലേക്ക് ചെറിയുള്ളി മുറിച്ചതും കൂടിയും ചേർത്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കിയെടുക്കാം. പക്ഷേ ഞാനിതിപ്പോൾ എൻ്റെ അമ്മയൊക്കെ തയ്യാറാക്കുന്ന ഒരു രീതിയിലാണ് തയ്യാറാക്കണത് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓരോ സ്ഥലങ്ങളിലും അവലോസ് പൊടി തയ്യാറാക്കണതിൽ പ്രാദേശികമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ ഇതിൻ്റെ കട്ടകളൊന്ന് മാറ്റിയെടുക്കുക. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ മാറ്റിയെടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മിക്സായിട്ട് നല്ലൊരു ഫ്ലേവറോട് കൂടി തന്നെ കിട്ടും. ഇത് ശരിക്കും പറഞ്ഞൊരു പഴയകാല സ്നാക്ക് ഐറ്റല്ലേ. പലർക്കും ഇത് കാണുമ്പോൾ ഒരു പഴയകാല ഓർമ്മകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു റിക്വസ്റ്റഡ് വീഡിയോ കൂടിയാണ്. കുറച്ച് നാളായി പലരും ചോദിക്കണം അവലോസ് പൊടിയുടെ റെസിപ്പി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീട്ടിലും പണ്ടൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ഐറ്റമായിരുന്നു അവലോസ് പൊടി. പക്ഷെ ഞാനും ഇപ്പോൾ ഇത് കഴിച്ചിട്ട് കുറച്ച് വർഷങ്ങളായെന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതുപോലെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്കൊന്നും ഈ ഒരു സ്നാക്ക് അറിയാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്ക് അവർക്കും കൂടി ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യലാവാം. എൻ്റെ കുട്ടികൾക്കൊന്നും പ്രത്യേകിച്ച് ഈ ഒരു സ്നാക്ക് അറിയില്ല. ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ തന്നെയാണ് അവലോസ് പൊടി തയ്യാറാക്കി കാണിക്കുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റിയൊക്കെ ആകുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഒരുപാട് സമയം പിടിക്കും. അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിലാകുമ്പോൾ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കട്ടകളൊക്കെ മാറ്റിയെടുക്കാം. അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാട്ടെ. എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കട്ടകളൊക്കെ മാറി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം 1 മണിക്കൂർ ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ. 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും ഇത് കറക്റ്റായിട്ട് റെഡി ആയിട്ട് വരും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടച്ച് വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്.
അതിനുശേഷം 1 മണിക്കൂറിന് ശേഷം നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അവലോസ് പൊടി എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഒരുപാട് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു മിക്സ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് ഇളക്കി കൊടുക്കേണ്ട ഒരു പരിപാടിയാണ്, കുറച്ച് സമയം എടുക്കണ ഒരു ഇതെന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യം അങ്ങനെയൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്നും കൂടി മാറ്റിയെടുക്കാം. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി നിങ്ങൾ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉരുളിയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തയ്യാറാക്കി എടുക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു കടായിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. തയ്യാറാക്കി എടുക്കുമ്പോൾ അടിഭാഗം നല്ല കട്ടിയുള്ളൊരു പാത്രം തന്നെ എടുക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ഞാനിവിടെ ഒരു കടായി നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം, മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് ഞാനിതിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കറക്റ്റായിട്ട് വറുത്തെടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഏത് ഫ്ലെയിമിൽ വെച്ച് കൊടുത്താലും നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അപ്പോഴേനായിരിക്കും കറക്റ്റായിട്ട് വരിക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും, ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ കുറേ ക്വാണ്ടിറ്റി തോന്നുന്നുണ്ടെങ്കിലും കുറച്ച് സമയം നമ്മളിത് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴേക്കും റെഡിയായിട്ട് വരുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും കേട്ടോ. നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ സമയത്ത് ഇളക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് റെഡി ആവണത് വരെ വേണമെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം, അങ്ങനെ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാം. ഞാനിതിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കും, അങ്ങനെയാണ് ചെയ്യണത്. ഇത് റെഡിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മുതൽ ഒരു 3/4 മണിക്കൂറൊക്കെ വരെ എടുക്കും കേട്ടോ. നമ്മൾ എടുക്കണ പാത്രത്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഇളക്കി കൊടുക്കാൻ ഈസി ആയിരിക്കും, ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരുമ്പോൾ. ഇപ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തോന്നാം. ഇതിപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി ഞാനിതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനുശേഷം വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത് അവലോസ് പൊടി കറക്റ്റായിട്ട് എങ്ങനെയാണ് റെഡി ആയിട്ട് വരണേന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരും. ഒരുപാട് ഡാർക്ക് ഷെയ്ഡിലേക്ക് വരരുത്, പക്ഷേ ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ച് ആയിട്ട് വരും. അതുപോലെ നല്ലൊരു മണവും വരും ഇത് കറക്റ്റായിട്ട് വറുത്തെടുത്ത് കഴിയുമ്പോൾ. പിന്നെ ഇതൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ കുറച്ച് സമയമുള്ള സമയത്ത് തന്നെ തയ്യാറാക്കി എടുക്കുക കേട്ടോ. ഇപ്പോൾ അരി വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾക്കിതിപ്പോൾ പൊടിച്ചെടുക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അതിനുശേഷം എപ്പോഴാണ് ഫ്രീ ആവണമെന്ന് വെച്ചാൽ ആ സമയത്ത് പൊടിച്ചെടുത്തിട്ട് തയ്യാറാക്കി എടുക്കുക. നമ്മളിത് അടുപ്പിലൊക്കെ വെച്ചിട്ട് വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ ഒരു സമയത്ത് എന്തെങ്കിലും കട്ടകളൊക്കെ പോലെ കുറച്ച് വലുതൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കാൻ പറ്റും. പിന്നെ അവലോസ് പൊടി എന്ന് പറയുമ്പോൾ അറിയാലോ, ചെറിയ കട്ടകളൊക്കെ പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമുക്ക്. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കളർ അത്യാവശ്യം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടിഭാഗമൊക്കെ കരിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനുശേഷം ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നിങ്ങളിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കില്ലേ, അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ കിടന്നിട്ട് ഉള്ളി ഫ്രൈ ആയിട്ട് വന്നോളും. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. ചെറുതായിട്ട് ഇതുപോലെ കളറ് മാറുന്ന രീതിയിൽ തന്നെ നമ്മൾ അവലോസ് പൊടി വറുത്തെടുക്കണം, അപ്പോഴായിരിക്കും നല്ല ഫ്ലേവറോട് കൂടി തന്നെ അവലോസ് പൊടി വരുള്ളൂ. അല്ലെങ്കിൽ അത്രയ്ക്കൊരു ഫ്ലേവറൊന്നും ഉണ്ടാവില്ല വൈറ്റ് കളറിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നോട്ടെ. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് അത്രേ തന്നെ മതി, ഒരുപാട് ബ്രൗൺ ആക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവലോസ് പൊടി ഒരുവിധം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷൻസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും കഴിക്കാം. സാധാരണ കൂടുതൽ ആൾക്കാർ കഴിക്കുന്നുണ്ടിരിക്കുന്നത് പഴവും പഞ്ചസാരയും ഒക്കെ കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചിലർ ചായയുടെ കൂടെ കഴിക്കുന്നുണ്ട്, പഞ്ചസാര മാത്രം ചേർത്തിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. പിന്നെ ഇത് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നമ്മൾ അവലോസ് ഉണ്ടിയും തയ്യാറാക്കിയെടുക്കാം. അത് നമുക്ക് വേറൊരു എപ്പിസോഡിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ പഴയകാല ഓർമ്മകൾ ഉണർത്തണ അവലോസ് പൊടി റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ അവലോസ് പൊടി ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തയ്യാറാക്കി നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങളായി അവലോസ് പൊടി കഴിച്ചിട്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. ഒരുപാട് നാൾ കേടാകാതെ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റാവുന്ന ഒരു സ്നാക്ക് തന്നെയാണ് ഇത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗമൊക്കെ ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റുകയാണ്. എനിക്കിതിപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു 45 മിനിറ്റോളം തന്നെ എടുത്തു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൂടാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.